ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ ഒഴുകി നടക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നു. പണം അങ്ങനെ വെറുതെ വരുന്ന സംഭവമല്ല. ഇതെല്ലാം വേറെ പല ഉദ്ദേശത്തോടു കൂടിയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പണമുണ്ടാക്കാമെന്ന വ്യാജേന ആളുകൾക്ക് തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ ഇത് അത്ഭുതപ്പെടുന്നില്ല. നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന നമ്മുടെയൊക്കെ ഒരുപാട് ഗുരുക്കന്മാർ, അവരുടെ ഒക്കെ പോസ്റ്റിനും അവരുടെ ഒക്കെ താഴെ നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന, നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വലിയ വലിയ ട്രെയിനേഴ്സും മെന്റേഴ്സുമായ ഇന്ത്യ കണ്ട എന്താ പറയുക, ജ്ഞാനങ്ങളുടെ സാഗരങ്ങളായ ട്രെയിനേഴ്സിന്റെ താഴെയും ഒക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതില് പരിഭവമൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയുവാനുള്ളൂ. അപ്പൊ നമ്മള് പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചും പണക്കാരെ കുറിച്ചും ജീവിതത്തിന്റെ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, ഉല്ലാസത്തോടെ, ആഹ്ലാദത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അത് തികച്ചും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ ആളുകൾക്ക് ഇവിടെ സംസാരിക്കാം. ഈ പറയുന്നതിനൊക്കെ യാഥാർത്ഥ്യം എന്താണ്, ഹാപ്പി പാർക്ക് റിച്ച് വൈബ് ക്ലബിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് ഒരാൾ അനുഭവിക്കണം. അതായത് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു തണുത്ത വെള്ളത്തിൽ കൈയിട്ടിട്ട് നിങ്ങളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇന്ന രൂപത്തിലുള്ള തണുത്ത വെള്ളത്തിലാണ് കൈയിട്ടത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് അനുഭവിക്കുന്നു, ഈ രൂപത്തിൽ തണുപ്പ് അനുഭവിക്കുന്നു എന്ന് ഞാൻ എത്ര മനോഹരമായി പറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ അനുഭവിക്കുന്നത് അതേപോലെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. മനസ്സിലായോ? നിങ്ങളത് അനുഭവിക്കണം. അപ്പോഴാ യെസ്, ഇതാണല്ലേ സർ. അല്ലെ, ഞാൻ ഇന്ന രാജ്യത്ത് പോയി, അമേരിക്കയിൽ പോയി, ഞാൻ അവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ന ഹോട്ടൽ കയറി ഇന്ന ഫുഡ് കഴിച്ചു, അതിന്റെ ടേസ്റ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ ആ സിറ്റി ഇങ്ങനെയാണ് എന്ന് ഞാൻ എങ്ങനെ വിശദീകരിച്ചാലും നിങ്ങൾ അത് അനുഭവിക്കാതെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ 90% തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയപ്പെട്ടവര്? 90% തെറ്റായിരിക്കും. എന്നാൽ നിങ്ങൾ അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ, സമൃദ്ധി നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുക മാത്രമല്ല, എല്ലാവരും ഈ ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയുവാനുള്ളത് എന്ന് പറയാം. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് സംസാരിക്കാൻ, ഒന്നും രണ്ടും അല്ല, ഏകദേശം 200ഓളം ആളുകൾ സംസാരിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് എന്താ പറയാ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ തകർച്ചയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരെ നമ്മൾ എന്താ പറയാ കരുവാക്കുകയാണ്, മുതലെടുക്കുകയാണ് എന്നൊക്കെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾക്ക് നിങ്ങൾക്ക് പറയുവാനുള്ള മറുപടി തീർച്ചയായിട്ടും ഓരോരുത്തർക്കായിട്ട് സംസാരിക്കാം. മണി മൈൻഡ് സെറ്റിൽ ഏകദേശം നമ്മൾ ഒരു 10 ദിവസമായി ആ പ്രോഗ്രാം നടത്തി. ഇന്നലെ അത് പൂർത്തിയായി. അതിൽ പങ്കെടുത്ത ആൾക്ക് സംസാരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഒന്ന് കൈ പൊക്കാം. അങ്ങനെയാണെങ്കിൽ അവരെ ഒന്ന് നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ വാസ്തവം എന്ന് ഒന്ന് സംസാരിക്കാം. ആരാണ് സംസാരിക്കുന്നത്? ഒരാൾ സംസാരിച്ച്. മണി മൈൻഡ് സെറ്റിൽ ഇപ്പോ 10 ദിവസം പങ്കെടുത്തതിൽ ഒരാളാണ് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. നേരത്തെ സംസാരിക്കാത്തവരും പുതിയതായിട്ടുള്ളവരുമാണ് ഏറ്റവും നന്നാവുക. അതാരായിരുന്നു? ആളാരായിരുന്നു? ഞാൻ പ്രഭാകരനാണ് സാർ, കൂത്തുപറമ്പിൽ നിന്ന്. സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, വീഡിയോ ഓണാക്കി സംസാരിച്ചാൽ നന്നാവും. വീഡിയോ ഓണാണ് സാർ, വീഡിയോ ഓണാണ്. പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ മൈൻഡ് സെറ്റ് ഇതിൽ ചെയ്തതാണ്, കഴിഞ്ഞ ബാച്ചിൽ. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുറെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒരുപാട് ജീവിതത്തിലും അതുപോലെ കുടുംബത്തിലും നമ്മുടെ ധനപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ ഞാനിപ്പോ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട് സാർ.
പിന്നെ നാളെ തൊട്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ ബാച്ചിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബാച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതെല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇപ്പം ഞാൻ ഹാപ്പി പാർക്കിൽ രാവിലെ എല്ലാ ദിവസവും മോർണിംഗ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിൽ ഇപ്പം സാറിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ചെറിയ നല്ലൊരു മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം തന്നെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സാറേ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഇപ്പോൾ. അവിടെ നല്ലൊരു ഇതായിട്ട് തന്നെ ഇനിയിപ്പോൾ ട്രഷർ കോഴ്സിൽ സാറിൻ്റെ ഒപ്പം നാളെ തന്നെ ഉണ്ട്. പിന്നെ നല്ലൊരു അനുഭവമാണ് സാറേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ സാറേ, ഈ ആളുകളെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയാനുണ്ട് അവരോട്? ചൂഷണം ചെയ്യലല്ല സാർ, അത് അറിവില്ലായ്മ കൊണ്ടാണ് സാർ. തിരിച്ചറിവ് വന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ സാറ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് പേരോട് പറയുകയും ചെയ്തു ഇതിനകത്ത് കയറി ഹാപ്പി പാർക്കിൽ രാവിലെ മോർണിംഗിൽ. പക്ഷെ അവർക്കൊന്നും അതിൽ താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആ അറിവും തിരിച്ചറിവുകളിൽ തിരിച്ചറിവ് വന്നിട്ടില്ല സാറേ. അത് വരുന്ന സമയത്തേ അവർക്ക് വരാൻ പറ്റുള്ളൂ. കാരണം അത് വരണ്ടെങ്കിൽ നമ്മളിപ്പം ആരോടിപ്പം പണ്ട് ഞാൻ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ പെരുമാറ്റ രീതി തന്നെ എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ വരെ എനിക്ക് അത്ര ഇതില്ലായിരുന്നു. എൻ്റെ ബിസിനസ്സിൽ തന്നെ സംസാരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ചൂടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്കാരോട് പറയുമ്പോൾ അയാൾ എന്തുകൊണ്ട് ആ ബിസിനസ്സിൽ എന്നോട് സഹകരിക്കുന്നില്ല, ആ ഒരു ചിന്താഗതിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഒരു മാസമായിട്ട് സാറിൻ്റെ ഒപ്പം കൂടി ഈ മൈൻഡ് സെറ്റ് കോഴ്സ് ചെയ്തു. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു സമയം കൊണ്ട് തന്നെ. ശരി സാർ, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? മണി മൈൻഡ് സെറ്റിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ് അടുത്തത് സംസാരിക്കുന്നത്? ഒന്ന് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സാർ. കേക്കാവോ? ആയിക്കോളൂ ആയിക്കോളൂ. കേക്കാവോ? ഒന്നാം സാർ. ഹലോ, തോമസ് ശ്രീയൻ. ആ, ഹലോ, കേക്കാവോ സാറേ? കേൾക്കാം കേൾക്കാം. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയാൽ നന്നാവും. തോമസ് ശ്രീയനാ, പുതുപ്പള്ളി. ഓക്കെ ഹലോ, ഇത് സാർ, ഹാപ്പി പാർക്ക്. സമയം ഒരുപാട് കളഞ്ഞു. ഹാപ്പി പാർക്ക് അടുത്താണ് സംസാരിക്കുന്നത്. സാറിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, മൈക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. വേറെ ആരാണ് അടുത്താണ് സംസാരിക്കുന്നത്? സാറേ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം സാർ. ഞാനും വൈഫും ഉണ്ട് ഹാപ്പി പാർക്കിന്റെ കൂടെ ഇപ്പൊ കൂടിയിട്ട് ഏകദേശം ഒരു 2 മാസത്തോളമായി. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പൊ മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രഷറിലുണ്ട്. അപ്പൊ വളരെ വളരെ വലിയൊരു മാറ്റമാണ് ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല ഡിസിഷൻ, നല്ല തിങ്കിങ്, അതുപോലെ മണി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ ഞാനൊരു 25 വർഷം ഗൾഫിലായിരുന്നു. കഴിഞ്ഞ നമ്മുടെ വാർഷികത്തിന് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. സാറുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പൊ കുറച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ഈ കുറഞ്ഞ കാലങ്ങൾ, ഈ 2 മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ ട്രഷറിലും കൂടെ പങ്കെടുത്തു കഴിയുമ്പോൾ വളരെ വളരെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നെഗറ്റിവിറ്റി എല്ലാ സ്ഥലത്തുനിന്നും വരുമല്ലോ സാർ, അത് നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതുണ്ടാകും. അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഇത് പോകണം. കാരണം സാറിന്റെ ഒപ്പം എന്നും ഉണ്ടാവും. ഞാനിത് കഴിയുന്നത്ര പേർക്ക് റെഫർ ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഒക്കെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കുക, കൂടുതൽ ആൾക്കാർ നന്നാക്കുക, എല്ലാവരും നന്നാകട്ടെ. അപ്പൊ ഒരു സംശയമില്ല, ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷ എനിക്കിതുണ്ട്. നമ്മൾ അടച്ച ഫീ എത്രയായിരുന്നു സാർ? വളരെ തുച്ഛമായ ഫീ അല്ലേ അടച്ചത്? അതെ 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 6 മാസത്തെ ഈ ട്രഷർ കോഴ്സിന് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു ഫീസാണ്. ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു എമൗണ്ട് ആണെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഓക്കെ സാർ. വളരെ മാത്രമല്ല, ഈ 10 ദിവസത്തെ കോഴ്സിൽ സാർ പങ്കെടുത്തല്ലോ, അതിന്റെ ഫീ ഒക്കെ എങ്ങനെയാണ് സാർ? വളരെ വളരെ തുച്ഛമായ ഫീ ആയിരുന്നു, വളരെ ചെറിയ ഫീ ആയിരുന്നു. യെസ്. അപ്പൊ ഈ എന്താ പറയുക, ഈ ചൂഷണം ചെയ്യാന്നൊക്കെ പറയുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് അത് തന്നെയാണ്. തോമസ് സാർ സംസാരിച്ചോളൂ. തോമസ്. ഞാൻ പറഞ്ഞതേ, ഈ ഹാപ്പി പാർക്ക് ഒരു മാസമായുള്ളൂ ഞാൻ വന്നിട്ടേ. ഹലോ, സംസാരിച്ചോളൂ സാർ. കേൾക്കാം. ആ ഹാപ്പി പാർക്ക് വന്നതിൽ ഒരു മാസമായിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഇതൊരു മാജിക്കോ ഒരു പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇതൊരു നല്ല ട്രെയിനിങ് എടുത്ത് അതിനെ മാറ്റം വന്നാലേ നമുക്ക് ഇതുകൊണ്ട് വിജയം വരത്തുള്ളൂ. ഒരു കണ്ണുകെട്ടി വിദ്യയല്ല മാജിക്ക്. ഇത് ശരിയായിട്ട് പഠിച്ച് മൈൻഡിനെ മാറ്റി, നെഗറ്റീവ് എല്ലാം മാറ്റി, ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വരുത്തി
സമൂഹത്തോടും ലോകത്തോടും സ്നേഹിച്ചു വന്നാൽ നമ്മുടെ പ്രപഞ്ചം നമ്മളിലേക്ക് വന്ന് വലിയ വലിയ വിജയം വരും. അതിലുപരി നമ്മളാണ് വലുത്. നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചെറുതാണ്. ഇപ്പൊ എനിക്കാണ് ഉദാഹരണം, എനിക്ക് ഒരു രോഗം വന്നപ്പോൾ ഞാൻ വലുതാണെന്നും രോഗം ചെറുതാണെന്ന് ചിന്തിച്ചപ്പോൾ ഒരു മാറ്റം വരും. അങ്ങനെ ഒരു നല്ല എഫക്റ്റായ ഒരു ക്ലാസ് ആണ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞ പോലെ മാജിക്കോ കങ്കട്ടോ അല്ല, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മാജിക് അല്ല, കങ്കട്ടല്ല, ശാസ്ത്രീയമായി കാര്യകാരണ സഹിതമാണ് ഇത് ചെയ്യുന്നത്. പ്ലാസിബോ എഫക്റ്റ് ഒന്നുമല്ല. ശരി, വളരെ വളരെ സന്തോഷം തോമസ് സാർ. ഇനി അടുത്തതാരാണ് സംസാരിക്കുന്നത്? ട്രഷറിൽ ചേരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ഗ്രൂപ്പ് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ശരി, പ്രീത സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഞാന് ഇപ്പൊ ഫസ്റ്റ് സംസാരിച്ചില്ലേ, പ്രഭാകരൻ പുത്തൂറമ്പ്, എന്റെ വൈഫാണ്. നമ്മള് രണ്ടുപേരും റിച്ച് മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആളാണ്. നല്ലൊരു മാറ്റം നമുക്ക് നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ല ശാന്തി, സമാധാനം. ഇപ്പൊ നമ്മള് വീട്ടിൽ വഴക്കില്ല, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ സമയത്ത് ഇല്ലാത്തൊരു മാറ്റം നമുക്കിപ്പോ ഉണ്ട്. എന്താ വെച്ചാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്ക് നമ്മളോട് ഇപ്പൊ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ ഇന്നലെ തന്നെ പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. ടെൻഷൻ ഇല്ല, നല്ല വരുമാനമുണ്ട്. അതുപോലെ തന്നെ റിച്ച് മൈൻഡ് സെറ്റിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞതാണ്. അതിന്റെ ഫീ എന്ന് പറഞ്ഞാൽ നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുരിദാർ വാങ്ങേണ്ട പൈസ മാത്രമേ ഉള്ളൂ. ഇത്രയും തുച്ഛമായ എമൗണ്ടില് നല്ലൊരു കോഴ്സ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നാളെ മുതൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഫീ അടച്ചു. എല്ലാത്തിനും നന്ദി സാർ. ഓക്കെ, വളരെ വളരെ സന്തോഷം. നിങ്ങൾ ഈ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെയധികം നമുക്ക് പ്രചോദനമാണ്. വളരെ വളരെ സന്തോഷം. അടുത്തായിട്ട് ആരാണ് സംസാരിക്കുന്നത്? കാരണം ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ് ആധികാരികത ഉണ്ടാവുകയുള്ളൂ. അനുഭവം ഇല്ലാത്തവർ എങ്ങനെ പറഞ്ഞാലും അതിലൊരു ആധികാരികതയില്ല. ഓക്കെ, സജീന സംസാരിച്ചോളൂ. മൈക്ക് ഓൺ ആക്കുകയാണെങ്കിൽ ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ വളരെ നന്നാവും. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സാർ, ഈ ക്ലാസ്സിൽ ഞാൻ മണി മൈൻഡ്സിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. എനിക്ക് വളരെ ഒരു നല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്രയും നല്ലതായിരുന്നു. എനിക്ക് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, എനിക്കും എന്റെ അനിയത്തിക്കും ഒരേ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത് തുടങ്ങുന്ന ട്യൂഷൻ കോഴ്സിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇന്നത്തെ മണി മൈൻഡ്സിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതിൽ ഞാനാണ് ഒരു ബിസിനസ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് അത് ആ ബിസിനസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആ ബിസിനസ്സിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതും ഒന്നും എത്തിയില്ല, ബിസിനസ് ഒന്നും എത്താത്ത ഒരു ലെവലായിരുന്നു. പക്ഷെ ഇന്നത്തെ സാറിന്റെ ക്ലാസ് കൂടി എന്റെ മനസ്സിന്റെ ബ്ലൂപ്രിന്റ് ആകെ മാറി. വളരെ വളരെ ഹാപ്പിയാണ്. അടുത്ത ക്ലാസ്സിൽ കൊണ്ട് താങ്ക് യു. സോ സാറിന്റെ ക്ലാസ്സിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരും കേറുന്നില്ല. പക്ഷെ ആൾക്കാർ ആ ഒരു ലെവലിൽ എത്തിയില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. താങ്ക് യു സോ മച്ച് സാർ. പ്രീത സംസാരിച്ചോളൂ. പ്രീത കൈപൊക്കിയിട്ടുണ്ട്. പ്രീത ഒന്ന് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ പ്രീത. ഞാൻ സംസാരിച്ചു സാറേ. സംസാരിച്ചു. ഞാൻ നേരത്തെ കൈപൊക്കി. ഓക്കെ. ബിജോയ് സാർ സംസാരിച്ചോളൂ. ബിജുമോൻ സാർ മൈക്ക് ഓൺ ആക്കി സംസാരിച്ചു. ബിജുമോൻ കേസ് മൈക്ക് ഓൺ ആക്കി. അതായത് ഇത് ഓക്കെ കേൾക്കാം. നമസ്കാരം സാർ. ഞാൻ നമസ്കാരം. ബിജുമോൻ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഞാൻ ഈ 10 ദിവസത്തെ മണി മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. നല്ല മാറ്റം ഉണ്ടായി സാർ. നാലാമത്തെ ദിവസം പറഞ്ഞതുപോലെ ആയിരങ്ങളെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പം അതിനകത്ത് സാറ് പറഞ്ഞു ബിസിനസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു
ജോലി അന്വേഷിച്ച് പോകുന്നതിനേക്കഴിഞ്ഞും നല്ലത് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നമ്പർ ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു. ധാരാളം പേര് എന്നെ വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം അവരറിഞ്ഞു. അവർക്കെല്ലാം സന്തോഷമായി. അവർക്കൊക്കെ ആ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകുന്നു സാർ. വളരെ നന്ദി, വളരെയേറെ നന്ദി. ഓക്കെ സാർ. വളരെ സന്തോഷം, വളരെ സന്തോഷം. മുഹമ്മദ് അയാൻ സംസാരിച്ചു. സാർ എന്റെ പേര് ഫലാത്ത് എന്നാണ്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അജ്മാൻ എന്നാണ്, UAE, മലപ്പുറം ജില്ലക്കാരാണ്. എനിക്ക് ഇതിനെ പറ്റി ഇപ്പൊ ഫേക്ക് ആണെന്ന് പറയുന്നവരോട് എനിക്ക് സംസാരിക്കാനുള്ളത്, അതില് സംശയിച്ചിരിക്കുന്നവര് അവര് ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കോഴ്സാണ്. കാരണം ഞാൻ ഇതിലോട്ട് വരുന്നത് വളരെ ലോ വൈബ്രേഷനിലാകുന്ന സമയത്താണ് ഈ ഒരു കോഴ്സിലേക്ക് പങ്കെടുത്തത്. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അനാവശ്യമായ ചിന്തകൾ എനിക്ക് ഒഴിവായി. എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് എനിക്ക് വർദ്ധിച്ചു വന്നു. സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ സാറ് പറഞ്ഞോ, ചിലര് ഫേക്ക് ആണെന്ന് ഉണ്ടാക്കില്ല, അത് വരും. അതൊക്കെ തെറ്റാണ്. കാരണം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തും നേടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു 10 ദിവസത്തെ ഒരു കോഴ്സാണിത്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാനും സാധിക്കും. ഇതിന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീ ആണ് സാർ ഇവിടെ ഞങ്ങളിൽ നിന്ന് മേടിച്ചത്. അതിന്റെ ഓരോ ദിവസത്തെ ക്ലാസിന്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ്. കാരണം ഞങ്ങൾക്കൊന്നും പുറത്തുനിന്ന് കിട്ടാത്ത പല എന്താ പറയാ തിരിച്ചറിവുകൾ, ആ അറിവുകൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം, അതിൽ നമ്മൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം ഉല്ലാസകരമാക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് ആണിത്. ഇത് ഞാൻ പറയുന്നത്, ഇതില് ശങ്കിച്ചിരിക്കുന്നവരെല്ലാവരും ഇതിൽ ചേരണം എന്നാണ്. കാരണം ഇപ്പൊ ആർക്കൊക്കെ ചേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ചേരാം. കാരണം അവരുടെ ബിസിനസ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം. മാനസികമായിട്ട് വല്ല സംഘർഷങ്ങൾ ഇപ്പൊ മുൻകാല ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവര്, മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നത്, ഇവർക്കെല്ലാം ഈ കോഴ്സ് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്യും. അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയും. സന്തോഷം, ഹാപ്പിനെസ്, ജീവിതം ആഘോഷിക്കാനുള്ള ഒരു എന്താ പറയാ, അതിനുള്ളൊരു വഴിയായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്ത് ഒരു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മള് ഒരു ഫീസ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒന്നും ഇത്രക്കൊന്നും എഫക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോകാൻ നമുക്കൊക്കെ തോന്നുകയുമില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വേറെന്തോ ഒരു മാനസിക അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് വരിക. പക്ഷെ ഇതാകുമ്പോ വെച്ചാല് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിന് പറഞ്ഞ് ഇത് ചെയ്യാൻ കഴിയില്ല, അനുഭവിച്ച് അറിയുമ്പോഴാണ് അതിന്റെ ഇത് മനസ്സിലാകുക. ഏതായാലും ഹാപ്പി വർക്കിനും ടീമംഗങ്ങൾക്കും എന്റെ എല്ലാവിധ നന്ദിയും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ ആ ഒരു നിമിഷത്തെ ചേരാൻ തോന്നിയ ഒരു നിമിഷത്തെ ഞാൻ സ്തുതിക്കാണ്. കാരണം ഇത് ഒരു വലിയൊരു എമൗണ്ട് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെടാവുന്ന പറ്റുന്ന ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതില് ശങ്കിച്ചിരിക്കുന്ന, അതായത് സംശയത്തോടെ കാണുന്നവര് ദയവ് ചെയ്ത് ഇതിലേക്ക് വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കാണ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ ആളുകൾ പറയൂ, പെട്ടെന്ന് സംസാരിച്ചു. ഗുഡ് മോർണിംഗ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാനൊരു കൺസൾട്ടിങ് ഏജൻസിയിൽ സ്വന്തമായി നടത്തുന്ന ആളാണ്. ഞാൻ ഇതിൽ വന്നതോടുകൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവർക്കൊപ്പം നമ്മളും ജീവിക്കുക എന്നത് മാത്രമാണ്. ആരും ആരെക്കാളും വലുതല്ല എന്ന ഒരു പ്രപഞ്ച സത്യമാണ് സാർ ഇവിടെ എല്ലാവർക്കുമായിട്ട് പാസ് ചെയ്ത്. അത് ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. വളരെ സന്തോഷം. ഷാനവാസ് ശരവണൻ സാറ് പ്രൊഫഷണൽ മജീഷ്യനാണ്. ഒരു മജീഷ്യനാണ്, പ്രൊഫഷണൽ മജീഷ്യനാണ്. ഓക്കെ, ശരവണൻ സാർ സംസാരിച്ചോളൂ. പ്രൊഫഷണൽ മജീഷ്യനാണ് സാർ, സംസാരിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. എന്തെങ്കിലും മാജിക് ഇവിടെ കാണിച്ചോ ഇല്ലേ സാർ പറയണം. മാജിക് ഇവിടെ കാണിച്ചോന്നോ? അതായത് നമ്മുടെ ഇതില് വല്ല കങ്കട്ടോ മാജിക്കോ തട്ടിപ്പോ ഉണ്ടോ എന്നുള്ളത് സാർ പറയണം. ഈസ് എ പ്രൊഫഷണൽ. ഓക്കെ സാർ, ഞാൻ പറയാം. സാർ, ഞാൻ മൈൻഡ് പവർ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ ഒരു സംഭവം എന്നിലുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറയാം. ഞാൻ
2012 മുകേഷ് അവതരിപ്പിച്ച ഒരു ഡീൽ ഓർ നോ ഡീൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പങ്കെടുത്തിരുന്നു. ആ പ്രോഗ്രാം പങ്കെടുക്കുന്ന സമയത്ത് എല്ലാ രാത്രികളിലും അവർ ഇതിനെ വിളിച്ചപ്പോൾ തന്നെ, ഓഡിയൻസിനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ 24 നമ്പർ എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു 10-25 പ്രാവശ്യം. പക്ഷെ മൈൻഡ് പവറിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ട് അത്തരം ക്ലാസ്സുകൾ കേട്ടിട്ടോ ഒന്നുമില്ല ആ സമയത്ത്. പക്ഷെ അന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ 24-ാമത്തെ ബോക്സ് തന്നെ ഞാൻ എടുത്തു. ആ 24-ാമത്തെ ബോക്സിനകത്ത് എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുകയുണ്ടായി. അങ്ങനെ ആ പൈസ എനിക്ക് കിട്ടുകയും അന്ന് പണം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് അത് ആസ്പോസായി ചെലവായി പോയി. പിന്നീട് മാജിക്കിലൂടെ എനിക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം തോന്നി. ഒരു സാറിന്റെ കീഴിൽ ഒരു മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ വിദേശത്തേക്ക് പോയി. അവിടെ നിന്ന് ഷെയർ മാർക്കറ്റ് കളിച്ച് ഒരുപാട് കഷ്ടമായി. എന്നാലും സാറ് പറഞ്ഞിരുന്ന മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കാരണം ഇന്ന് വരെ ഞാൻ കേൾക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ മറ്റാരും പറയാത്ത തരത്തിൽ വളരെ ലളിതമായി എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന പോലെയാണ് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നാലും സാറിന്റെയും ടീമിനെയും വലിയ അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൽ ഒരു തരത്തിലുള്ള മാജിക് ഇല്ല. മനസ്സ് മാറിയാൽ മനുഷ്യൻ നന്നാവും എന്നൊരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. അതിന് ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്നാണ് സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി. ഓക്കെ, വളരെ വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് പണമുണ്ടാക്കാൻ സാധിക്കും എന്നത് അനുഭവത്തിന് അടിസ്ഥാനത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഒരു സെഷൻ. അനുഭവത്തിന് അടിസ്ഥാനത്തിൽ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്ക് എല്ലാവരും ഇത് യൂട്യൂബിൽ കാണുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയോ ഇല്ലേ? യെസ് ഓർ നോ? കാരണം ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, സംസാരിക്കാനുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ അവരെ കമാൻഡ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടാവും. ഇനി സംസാരിക്കാനുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് യെസ്. ഓക്കെ, എന്നാൽ സാർ സംസാരിച്ചോളൂ. ഓക്കെ, സാറിന് സംസാരിച്ചോളൂ. ഒരുപാട് ആൾ യെസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാൾ യെസ്. സാറിന് സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ സാർ. ഓക്കെ, ഒരുപാട് വലിയ സന്തോഷം. സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ സാറേ. ജീവിതത്തിൽ എല്ലാവരും ഈ ഒരു ചട്ടക്കൂടിലൂടെ സാറിന്റെ ഈ ക്ലാസ് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഒത്തിരി വൈകിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് എത്തിപ്പെട്ടത്. സാറ് ഒരു നിധിയാണ്. സാറ് ദൈവത്തിന്റെ ഒരു പുത്രനായിട്ട് തന്നെ കാണുന്നു. കാരണം ഇത്രയും നല്ലൊരു കോഴ്സ് വളരെ തുച്ഛമായ രീതിയിൽ വളരെ ചെറിയൊരു പ്രതിഫലം വാങ്ങി ചെയ്യുന്നതിൽ സാറിനോട് പ്രത്യേകം നന്ദിയുണ്ട്. ഇത് എല്ലാവരും ആരൊക്കെ പറഞ്ഞാലും ഇതിന്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കി ഇതിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കില്ല. കാരണം അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. അത് അറിവുള്ളവർക്ക് മാത്രം പറഞ്ഞേക്കണതാണ്. ഞാനൊക്കെ ഒത്തിരി സീറോയിൽ നിന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഒത്തിരി മൈൻഡ് മാറി ജീവിതത്തിൽ ഒരു പുരോഗമനം ഉണ്ടാകുമെന്ന് 100% ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും സാറിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. മുനീർ സാർ സംസാരിക്കുന്നുണ്ടോ? ഐഫോൺ മുനീർ സാറേ, ഞാനൊന്ന് സംസാരിക്കാം. റിജു, കണ്ണൂർ. പറയൂ സാറേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക് തന്നെയല്ലേ സാറേ? നമ്മളെന്ന് വെച്ചാൽ ഒരിക്കലും മാറൂല എന്ന് വിചാരിച്ചാണ് സാറേ. ഇതെല്ലാം ജീവിതത്തിൽ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പെട്ടെന്ന് ഇത് എല്ലാം മാറി മറിഞ്ഞു. അത് ശരിക്കും പറഞ്ഞ മാജിക് തന്നെയല്ലേ സാറേ? അത് ശാസ്ത്രീയമായ മാജിക് ആണ്, വിശ്വാസമുള്ള മാജിക് അല്ല. അതല്ല. ഓക്കെ സാറേ, ശരി. സാർ, പ്രപഞ്ച നിയമം അനുസരിക്കുന്നതിന്റെ മാജിക് ആണ് സാറേ. ഹലോ സാർ. പറയൂ സാർ. സാറിന്റെ ഒരു അഡ്വൈസും കൂടി തേടാനായിരുന്നു. ഞാൻ കുറെ ഇതുപോലെ കുറെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2-3 വർഷമായിട്ട് വലിയ ഫീസ് കൊടുത്തിട്ട് നമ്മുടെ വലിയ ട്രെയിനർമാരുടെ കുറെ ക്ലാസ്സൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ സാറിന്റെ മുതൽ ഒരു മാസത്തോളം ആയിട്ടേ ഉള്ളൂ സാറിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. I advise you to participate treasure course. അതായത് ഹാപ്പി പാർക്കിന്റെ ഏറ്റവും മാസ്റ്റർ കോഴ്സാണ് ട്രഷർ. ട്രഷറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രഷറിൽ
നമ്മളെ തന്നെ പുതുക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവാത്തതിന്റെ പ്രധാനമായ കാരണം നമ്മൾ പോലും അറിയാത്ത കുറെ ചങ്ങലക്കെട്ടുകൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല ചങ്ങലക്കെട്ടുകൾ. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ മുഖം കുത്തി വീഴുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ ചങ്ങലക്കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിയണമെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തിക്കുവാനും നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളെ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് ബോധ്യം വരുന്ന, വെറുതെ അല്ല, ബോധ്യം വരുന്ന കുറെ സത്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാനും സാധിച്ചു കഴിഞ്ഞാൽ ആ സത്യങ്ങളെ നമ്മുടെ മനസ്സിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കും. കാരണം എല്ലാം മാത്തമാറ്റിക്കൽ ലോ ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ നിയമമാണ്, ഒരു കണക്കാണ്. നമ്മൾ കണ്ടില്ലേ, ഒരു പറമ്പ് അളക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. ഒരു എന്താ പറയാ ഗ്രഹം അല്ലെങ്കിൽ ഒരു ഉപഗ്രഹം മുകളിലോട്ട് ഇടുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. എന്നതുപോലെ ഓരോ മനുഷ്യനും ഇഷ്യൂസ് ആയി കിടക്കുന്നത് അവന്റെ കണക്ക് തെറ്റിയിട്ടുണ്ട്. ആ കണക്ക് ശരിയാക്കിയാൽ അവൻ ശരിയാകും, യാതൊരു സംശയവുമില്ല. അപ്പോ തെറ്റിയ കണക്കുകളൊക്കെ ശരിയാകുമ്പോൾ ചിലപ്പോൾ ചില എന്താ പറയാ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലോട്ട് മാറ്റി മറിച്ച് ഒരു അതിശക്തമായ ഒരു പേഴ്സണായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. നമ്മളെ ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തോട് ചേർത്ത് വെക്കുവാനും അതുപോലെ തന്നെ ഇപ്പൊ ഈ പബ്ലിക്കായിട്ട് ഈ ട്രഷറിന്റെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നതിൽ പരിമിതിയുണ്ട്. ട്രഷറിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുകയോ അതല്ലെങ്കിൽ ഹാപ്പി പാർക്കിന്റെ കൂടെ കുറച്ച് കാലമെങ്കിലും സഞ്ചരിക്കുകയോ ചെയ്ത ആൾക്കാരെയാണ് ട്രഷറിൽ നമ്മൾ എടുപ്പിക്കുന്നത്. ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ എൻട്രൻസ് കൊടുക്കാതെ വിട്ടു. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ മാറുവാൻ അത്രയും വില്ലിഗായ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അതിന് ഏതെങ്കിലും ഒരാൾ, ഞാനിപ്പോ എന്റെ അനുഭവത്തിൽ പറയാണ്, ട്രഷർ കോഴ്സിൽ പങ്കെടുത്തിട്ട് ആ കോഴ്സ് അതിന്റെ വഴിയിലിട്ടേച്ച് പോകാൻ വേണ്ടി ഒരാളും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ആഗ്രഹിച്ചു എങ്കിൽ അത് വല്ലാത്ത ആ മനുഷ്യൻ അത്രയും ദൗർഭാഗ്യം ചെയ്ത ഒരാളായിരിക്കും. മനസ്സിലായില്ലേ? കാരണം അത് ആ രൂപത്തിലുള്ള ഒരു കോഴ്സ്, അത് മാറ്റമില്ലാത്ത പ്രപഞ്ച സത്യം നമ്മിലേട്ട് ഇൻസേർട്ട് ചെയ്യുന്നു, നമ്മൾ പോലും അറിയാത്ത. അതായത് നിങ്ങൾ പോലും ചിന്തിക്കും, ട്രഷറൊക്കെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിങ്ങനെ ആലോചിക്കും, ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് ഭാഗത്തേക്ക് മനസ്സ് കൊടുക്കുന്നു ആ ഭാഗം ഒക്കെ സംഭവിക്കും. ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾ മോട്ടിവേറ്റ് ആവണ്ട, അനുഭവിക്കുക. ഇപ്പൊ നമ്മൾ ഈ മണി മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എത്രയോ ആളുകൾ യൂട്യൂബിന്റെയും അതുപോലെ തന്നെ FBയുടെയും താഴെയൊക്കെ ആളുകളെ ചൂഷണം ചെയ്യുന്നു, പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമാൻസുകൾ. അതൊക്കെ ഞാൻ പച്ചയിൽ അങ്ങനെ തന്നെ നിങ്ങളോട് പറയാൻ കാരണം, ഈ പറയപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫിൽ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ നയാ പൈസ, ഒരു 10,000 രൂപ പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടിലോ അവർക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് സംഘടിപ്പിക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പണത്തിന്റെ കാര്യം അങ്ങനെ. കുടുംബത്തിനൊക്കെ സമാധാനം ഉണ്ടാവോ? അതും ഉണ്ടാവില്ല. സുഹൃത്തുക്കൾക്കിടയിൽ നല്ല ബന്ധം ഉണ്ടാവോ? അതും ഉണ്ടാവില്ല. തന്റെ പാർട്ടി, തന്റെ മതം, തന്റെ ജാതി, തന്റെ സംഘടന, അവിടെ അദ്ദേഹത്തിന് സൽപ്പേരുണ്ടാവോ? അതും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് സ്വയം തന്നെ സുഖം ഉണ്ടാവോ? അതും ഉണ്ടാവില്ല. ഉള്ളു മുഴുവനും ഇത് നിറഞ്ഞ സംഭവമാണ് പുറത്തോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കിണറ്റിൽ വെള്ളം മുക്കുമ്പോ അതിലുള്ള വെള്ളമാണ് മുക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയും, സാറേ അവൻ ദേഷ്യം പിടിപ്പിച്ചതാ, ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചത് അല്ല. നമ്മുടെ ഉള്ളിൽ കിണറ്റിലെ വെള്ളം പോലെ നമ്മുടെ ഉള്ളിൽ ആ സാധനങ്ങളുണ്ട്, ആ ദേഷ്യത്തിന്റെ ആ സംഭവം, ആ പ്രോഗ്രാമിംഗ് ഹോർമോൺ ഉണ്ട്. അത് ഒരാള് എന്ത് ചെയ്തു, നിങ്ങളെ ഒരു കിണറ്റിൽ വെള്ളം എടുത്ത് കൊട്ടുകോരി ഇട്ടുന്നത് പോലെ ഒരാൾ നിങ്ങളെ അടുത്ത് വന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തോട്ട് വിട്ടു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ശ്രീബുദ്ധന്റെ അടുത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിലോ ഒരു പ്രശ്നമില്ല. യേശുവിന്റെ അടുത്ത് പോയിട്ട് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഒരു ക്രോശി കിടക്കുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ്? പിതാവ്, ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇവർ അറിവില്ലാത്തവരാണ്. എന്തേ അദ്ദേഹത്തിന് ക്രോധം വരാത്തത്? കിണറ്റില് അത് വേണ്ടേ, ഉള്ളിൽ അത് വേണ്ടേ?
അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ മുഹമ്മദ് നബി അദ്ദേഹം ത്വായിഫിൽ നിന്ന് അദ്ദേഹത്തിന് ഏറുകൊണ്ടപ്പോ എന്ത് വേണം? ഇവരറിവില്ലാത്തവരാണ്, ഇവരുടെ പിൻതലമുറക്കാർ രക്ഷപ്പെടട്ടെ, ഇവർക്ക് പുറത്തു കൊടുക്കണമേ. എന്താ അതിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തോട്ട് വരിക. ഈ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒരു സുഖമില്ല. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു തേളിനെ കുത്തുമ്പോൾ തേള് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഈ പ്രകാശം, ഈ വെളിച്ചം അവർക്കൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ ഇതുപോലെ കുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ കൃത്യമായിട്ട്, ഞാൻ പറയുന്നത്, യൂട്യൂബിന്റെ താഴെയൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോൾ എങ്കിലും അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ എങ്കിലും ഒരുപക്ഷെ അവരുടെ മനസ്സിലോട്ടൊരു സ്പാർക്ക് വന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നീ കാരണം രക്ഷപ്പെട്ടാൽ ഈ ലോകവും അതിലുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമം അതായിരിക്കുമെന്ന് പറഞ്ഞ മഹാപ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മൾ നിമിത്തം ലോകത്തിന് മാറ്റമുണ്ടായാൽ അതാണ് ഏറ്റവും വലിയ ഒരു മാറ്റമെന്ന് നമ്മൾ തിരിച്ചറിയുക. മനസ്സിലായില്ലേ? അതായത് നിന്റെ സഹോദരന്റെ പുരോഗതിക്ക് വേണ്ടി, അവനെ സഹായിക്കാൻ വേണ്ടി, അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നീ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നതാണ് വർഷങ്ങളോളം പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഇരുന്ന് ആരാധന നിർവഹിക്കുന്നതിനേക്കാളും പുണ്യകരം എന്നതൊക്കെ നമ്മൾ കേട്ട വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു ചാരിറ്റി ആയിരിക്കും ഇതൊക്കെ എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഈ രൂപത്തിൽ നെഗറ്റിവിറ്റിയുമായിട്ട് ഇത് അവരുടെ ഉള്ളിലുള്ളത് എന്നിട്ട് ബഹിസ്ഫുരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഉള്ളിലുള്ളതാണ്. കിണറ്റിൽ വെള്ളമില്ലെങ്കിൽ കൊട്ടക്കോരി ഇട്ടാൽ വെള്ളം കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കുവാൻ, ഈ സത്യം അറിഞ്ഞ ഈ രഹസ്യം മനസ്സിലാക്കിയ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. അത് TK കരീം സാറിനോ അല്ലെങ്കിൽ ഹാപ്പി പാർക്കിനോ മാത്രമല്ല, ഇപ്പോ നമ്മളൊക്കെ അതിനെ ബാധ്യസ്ഥരാണ്. കാരണം ഒരു പരിധിയിൽ നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ആശ്രയിക്കുന്നതൊക്കെ നിർത്തും. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ സഹായിക്കാനും ഉയർത്തുവാനുമായിരിക്കും. അവരെ സഹായിക്കുവാനും ഉയർത്തുവാനും ഒക്കെയുള്ള ഒരു ഇന്റേണൽ ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ ആ പ്രകാരം ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ആയിട്ടോ അതൊരു വേറെ ഏതെങ്കിലും സേവനമായിട്ടോ മാറുകയും നമ്മിലോട്ട് ധാരാളം പണം ഒഴുകി വരികയും നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഐശ്വര്യസമ്പൂർണമായി നടക്കുകയും ചെയ്യും. അങ്ങനെ ഐശ്വര്യസമ്പൂർണമായി നടക്കുമ്പോൾ നമുക്ക് അഹങ്കാരമോ അഹംഭാവമോ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. സ്വാഭാവിക പ്രോസസ്സായിട്ട് വരും. അതല്ലാതെ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരുപക്ഷെ ഒരു വേള പണക്കാരനായാൽ, അയാളുടെ മകൻ ഗൾഫിൽ പോയിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ സാലറി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നെളിഞ്ഞു നടന്ന ജനങ്ങളെ മുഴുവനും ഒച്ചയും ബഹളവും ഒക്കെ ഇട്ട് അതറിയിക്കും. അതിന് കാരണം അദ്ദേഹത്തിന് ഈ സത്യം അറിയില്ല. എന്നാൽ ഈ രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും നമുക്ക് ഈ സേവന മനോഭാവവും നന്മ മനോഭാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിലുള്ള ജീവിതമാണ് ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ചാരിറ്റി. ഞാൻ പറയുന്നത് സത്യമല്ല പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ ചാരിറ്റി എന്തുണ്ട്? നമ്മളിപ്പോ ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്തു. ആ പൈസ അത് അവര് ചെലവഴിച്ച് ഏതാനും മണിക്കൂർ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് അത് ചെലവഴിച്ച്, കാരണം പണം ചെലവാക്കാൻ അവർക്കറിയില്ല, വീണ്ടും ഒരു പഴയ ദാരിദ്ര്യത്തിലോട്ട് പോകും. എന്നാൽ അവരുടെ മനസ്സിൽ ഈ ധനത്തിന്റെ ഫയലുകൾ കുത്തി നിറച്ച് അകത്ത ലോകത്തിൽ പരിവർത്തനം വെച്ച് ഒരുത്തരെയും ആശ്രയിക്കാൻ പോവാത്ത നിലയിൽ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിക്കാത്ത രൂപത്തിൽ ഒരു ഇരയുടെ, ഒരു യാചകന്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അയാളെ രക്ഷപ്പെടുത്തി സമ്പൂർണമായ ഒരു മാറ്റത്തിലോട്ട് കൊണ്ടുവരിക എന്നതല്ലേ ഏറ്റവും വലിയ ചാരിറ്റി. അത് എല്ലാവരും തിരിച്ചറിയുക എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് എനിക്ക് പറയുവാനുള്ളൂ. സമയം ഒരുപാട് വൈകി. ട്രഷർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വർക്കുകൾ, അതായത് ട്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസമായിരിക്കും, മെയ് മാസമായിരിക്കും. പക്ഷെ ട്രഷറിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിതത്തെ പലതായി തിരിച്ച് ഓരോ പാർട്ടിനെയും ആഴത്തിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ നമ്മൾ ട്രഷറിലോട്ട് കടക്കുകയുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയുന്നു, ട്രഷറിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരു ജഡ്ജ്മെന്റും വെക്കാതിരിക്കുക. കാരണം ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞു നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും,
കാരണം നമ്മൾ ഇതിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഹോട്ടലിൽ വെച്ചാൽ നടത്തുക. അപ്പൊ അവിടെയൊക്കെ സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ഒരുപാട് മെന്റേഴ്സ് വേണം. അതേപോലെ തന്നെ അപ്പോ അങ്ങനെ ഒരു വലിയ ഒരു രജിസ്ട്രേഷൻ നമുക്ക് ഇത്തവണ ട്രഷറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു മുൻധാരണയും വെച്ചുകൊണ്ട് ട്രഷറിൽ വരും. ഏതെങ്കിലും ഒരു മുൻധാരണ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ ഒരു മുൻധാരണ ഇതിൽ വെക്കരുത്. വെള്ളം പോലെ ഒരു മുൻധാരണയും വെക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മണി മൈൻഡ് സെറ്റിൽ ഒരു ജലദോഷത്തിന്റെ ഇഷ്യൂ ഉണ്ട്, അത് മാറിയിട്ടില്ല. അതാണ് ശബ്ദത്തിന്റെ ഒരു പ്രശ്നം. മണി മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുൻധാരണ വെച്ചതിന്റെ എത്രയോ ഇരട്ടിയല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയത്? യെസ് ഓർ നോ? മണി മൈൻഡ് സെറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് നിങ്ങൾ മുൻധാരണ വെച്ചതൊക്കെ തെറ്റായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? പ്ലീസ് സേ യെസ് ഓർ നോ. യെസ് സർ, യെസ് യെസ്. എല്ലാ മുൻധാരണകളും തെറ്റിയില്ലേ? അതിന്റെയൊക്കെ എത്രയോ മുകളിലാണ് ട്രഷർ കോഴ്സ്. മണി മൈൻഡ് സെറ്റിന്റെയും ഹാപ്പി പാർക്കിന് മറ്റെല്ലാ കോഴ്സിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരു കോഴ്സാണ്. അതുകൊണ്ട് ഒരു മുൻധാരണയും വെക്കാതിരിക്കുക. അതേപോലെ തന്നെ ജീവിതം മാറും എന്നത് ഉറപ്പിക്കുക. പൂർത്തിയാക്കണം. 6 മാസം എന്ന് പറഞ്ഞാൽ ഈ 6 മാസവും അത് പൂർത്തിയാക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ പങ്കെടുക്കുന്നവരോട് ചോദിക്കട്ടെ, ആ ദിവസമാകുമ്പോൾ ഒരു ശക്തി നിങ്ങൾ അതിലോട്ട് നയിക്കുകയും ഏതെങ്കിലും ഒരാൾ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ടല്ലോ, 4ാമത്തെ ബാച്ച് 3ാമത്തെ ബാച്ച് ഇപ്പൊ കഴിഞ്ഞു, ഒരു ദിവസം ട്രഷറിന്റെ ക്ലാസിന്റെ ദിവസം അന്ന് നിങ്ങൾക്കത് മുടക്കുവാനോ ആ 2 മണിക്കൂർ അതിൽ ഇരിക്കാതിരിക്കുവാനോ സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ട്രഷറിന്റെ ഒരു ദിവസം ഓൺലൈനിലുണ്ട്, ഓഫ്ലൈനിലും. ഓൺലൈനിലാണ് കോഴ്സ് വരുന്നത്. ഒരാൾ പറഞ്ഞേ, ആ ദിവസം ട്രഷറിന്റെ ക്ലാസ് നടക്കുന്ന ദിവസം ആരെങ്കിലും ലീവ് ആവാറുണ്ടോ? ഒന്ന് പറഞ്ഞേ. ആരാ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന? ആരാതിലുള്ളത്? സംസാരിച്ചോളൂ. ആരാണ് സംസാരിക്കുന്നത്? ട്രഷറൽ ബാച്ചിൽ അടുത്ത ആൾ വരട്ടെ എന്ന് പറയുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് പറയട്ടെ. ഓക്കെ, സംസാരിച്ചോളൂ സാർ. ഉള്ള ഒരാൾ സംസാരിച്ചോളൂ. പക്ഷെ ഒരുപക്ഷെ എല്ലാവരും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും സാർ, അതിന്റെ ടൈം അറിയാതെ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഏത് തിരക്കിലാണെങ്കിലും തിരിച്ചെത്തി അതിനകത്ത് ലൈവായിട്ട് തന്നെ പങ്കെടുക്കണം എന്ന ഒരു തീരുമാനം മനസ്സിലുണ്ടാവും. അതൊരു ഭയങ്കര എത്ര ലാഭം പുറത്ത് കിട്ടിയാൽ പോലും അത് ഒഴിവാക്കി പോലും. അതായത് ഞാൻ എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു കോഴ്സിനും ആദ്യത്തെ ദിവസം ഒരു 100-150 ആളുണ്ടാവും, പിന്നെ അത് 120 ആവും, പിന്നെ 100 ആവും, അവസാനമാകുമ്പോൾ ഒരു 50-ന് താഴെയൊക്കെ ഉണ്ടാവാറുള്ളത് ഏത് കോഴ്സിനും. പക്ഷെ ട്രഷർ കോഴ്സിന്റെ പ്രത്യേകത, ട്രഷർ കോഴ്സിൽ ആദ്യ ദിവസം എത്ര ആൾക്കാരാ ഉള്ളത്? അവരെല്ലാം അവസാനം വരെ ഉണ്ടാവും. ഏതെങ്കിലും കല്യാണമോ മരണമോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം, ഇത്രയും ബാച്ച് കഴിഞ്ഞ അനുഭവത്തിലാണ് അവർ വിളിച്ചു പറയും, അവരല്ലാത്ത എല്ലാവരും ലൈവായിട്ട് പങ്കെടുക്കുന്ന ഒരു മാസ്മരികമായ ഒരു സംഭവമാണ് ഇത് എന്നൊരു യാതൊരു സംശയമില്ല. ഇനി വേറെ ആർക്കെങ്കിലും അനുഭവം പറയാനുണ്ടോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ഒരു സംസാരിച്ചോളൂ. സാർ, ഞാന് റംലാണ്, എറണാകുളത്താണ്. ഞാൻ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നത് കോംപ്ലിമെന്ററിയുടെ. ട്രഷറിലുണ്ടോ നിങ്ങള്? ട്രഷറിലില്ല. ഞാനിപ്പോ 12 ദിവസമായിട്ടുള്ളൂ ഹാപ്പി പാർക്കിൽ വന്നിട്ട് തന്നെ. ഈ 10 ദിവസത്തെ മണി മൈൻഡ് സെറ്റില് ചേർന്നു. പക്ഷെ ഒരുപാട് മാറ്റങ്ങളുണ്ട് സാർ. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനസ്സിന്റെ മാറ്റങ്ങളായിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് സാറിനോട് നന്ദി പറയാനുണ്ട്. വളരെ സന്തോഷം. ഞാൻ ചോദിക്കുന്നത്, ട്രഷറിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇപ്പോ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 4ാമത്തെ ബാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സംസാരിച്ചോളൂ. സാറേ, അൻസാരിയാണ്. സാർ ഇന്ന് സംസാരിക്കുന്നതാണ്. കാരണം വേറെ ആരെങ്കിലും വരട്ടെ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറയൂ സാർ. സാർ, അങ്ങനെയാണ്. സാറേ, ഞാൻ കായംകുളത്ത് നിന്നാണ്. ഞാൻ ട്രഷറിലെ 4ാം ബാച്ചിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇപ്പൊ ഒറ്റ ക്ലാസ് ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതിന്റെ കണ്ടിന്യൂറ്റി, അത് ആദ്യം തൊട്ട് കേട്ടെങ്കിൽ ഇടയ്ക്കൊന്നും കേട്ടാലോ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. A to Z തുടക്കം തൊട്ട് അവസാനം വരെ ഒരൊറ്റ ക്ലാസ് മിസ്സായിട്ടില്ല. അതിന് നമ്മൾ തയ്യാറെടുപ്പോടു കൂടിയാണ് ഇരുന്നത് കേൾക്കുന്നതും
പിന്നെ അതുപോലെ ഓഫ്ലൈനിൽ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഹാപ്പിയായി മാറില്ല, ലൈഫ് കംപ്ലീറ്റ്ലി മാറില്ല, തീർച്ചയായും മാറിയില്ല. ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ സ്വഭാവം തന്നെ ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് ദേഷ്യങ്ങളും അങ്ങനെയുള്ള ഒരു എന്തോന്നില്ല. പഴയ നമ്മളെ ഇങ്ങോട്ട് എന്തോന്ന് ചെയ്തുകൊണ്ട് വന്നാലും നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കുന്നതെന്ന് അവരെന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഒരു കക്ഷി എന്റെ അടുത്ത് ചോദിച്ചു, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എഞ്ചിനീയർ, അപ്പൊ എന്റെ ഒരു കസ്റ്റമറാണ്. പുള്ളി പറഞ്ഞു എന്തായാലും എന്തോ ഒരു മാറ്റം ഉണ്ട് കാണുന്നുണ്ടല്ലോ എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, വളരെ സന്തോഷം. ആസിയ സംസാരിച്ചോളൂ. ഹലോ, ഞാനേ എന്റെ മോനക്ക് ട്രഷറിൽ കയറ്റണമെന്നുണ്ട്. അതിപ്പോ സംസാരിച്ചല്ലോ, നിങ്ങള് അഡ്മിനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അവന് ഒരു സമാധാനം വീട്ടിലില്ല. അപ്പൊ ഞങ്ങള് വീട്ടിലെല്ലാരും സമാധാനപ്പെട്ടില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. യു ഷുഡ് നോട്ട് സേ എനി ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് ഹിയർ. വളരെ സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്. വീട്ടിലെ ഒന്നും ഇഷ്യൂസുകൾ ഇവിടെ പറയാണ്ടിരിക്കുക. അത് പറയുവാനാണ് നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളത്, കോഴ്സിലുള്ളത്. അതുകൊണ്ട് ഈ ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ചില ആൾക്കാരുടെ വിചാരം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഇപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇവർ വളരെ ശുദ്ധവും നിഷ്കളങ്കവുമായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് അവരുടെ ഇഷ്യൂസിന് ഒരു പരിഹാരം വേണം, ഒരു സൊല്യൂഷൻ വേണം. വളരെ നിഷ്കളങ്കവും വളരെ നല്ല മനസ്സോടു കൂടിയായിരിക്കുന്നു. അപ്പൊ ഇവര് എന്താ പറയാ, പബ്ലിക്കായിട്ട് അവരുടെ ഇഷ്യൂസുകളൊക്കെ അങ്ങ് പറയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം നമ്മൾ വേറെയുള്ള ആളുകളെ കൂടി വിഷമിപ്പിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേണ്ട ആൾക്കാരോട് പറയാം. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഭയങ്കരമായ വയറുവേദന. ഈ വയറുവേദനയുള്ള ഒരാള് അത് പറയേണ്ടവരോടല്ലാതെ എല്ലാവരോടും പറഞ്ഞത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ മുഹമ്മദ് സാർ നല്ല വയറുവേദന. മുഹമ്മദ് സാർ പറയാണ്, പിന്നെ എന്താ പറയാ, നമ്മളെ രാജേഷ് സാറോട് പറയാണ് എനിക്ക് വയറുവേദന. അപ്പുറത്ത് പോയിട്ട് മറ്റേ മേടത്തോട് പോയി എനിക്ക് വയറുവേദന. അതുകൊണ്ട് ഒരു ഗുണമില്ല. അത് ഏതെങ്കിലും ഒരു MBBS ഡോക്ടറെ അടുത്ത് പോയിട്ട് സാറേ എനിക്ക് വയറുവേദന പറഞ്ഞ പരിഹാരമാവും. അപ്പൊ ഇതൊക്കെ അത് തന്നെയാണ്. എല്ലാ ഇഷ്യൂസിന്റെയും അതിൻ്റെതായ സോഴ്സിലെ പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഉത്തരം കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്കറിയില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ട്രഷറിൽ പങ്കെടുപ്പിക്കുക. പിന്നെ എന്താ പറയാ, നമ്മൾ മാറ്റം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങളെ ഭാഗത്ത് കൂടി കിട്ടും. ഇത് എല്ലാ ദിവസവും ഇത് ഡീപ്പാണ്. അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചവർ മാത്രമേ, വർക്ക് ചെയ്യാത്ത ആൾക്കാർ, ഫീസ് കറക്റ്റായി അടക്കുന്ന ആൾക്കാർ ആണെങ്കിലും ശരി, അവരെ റിമൂവ് ചെയ്തിരിക്കും. ഈ വർഷം അതായത് എല്ലാ ബാച്ചിലും 1-2 ആളുകളെ വർക്ക് ചെയ്യാത്തതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഫീസൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം നമുക്കിതിൽ മാറ്റം നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലേ സാറേ? ഇതിൽ പുറത്താക്കിയ ആൾക്കാർ പക്ഷെ ഉണ്ടാവും, വളരെ കുറഞ്ഞ ആൾക്കാർ കേട്ടോ. അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരല്ല, നല്ലവരിൽ നല്ലവരാണ്. അവരുടെ സമയവും മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ടാണ്, അതല്ലാതെ അവരൊന്നും മോശക്കാരല്ല. ഞാൻ ആരെയും മോശക്കാരാക്കിയിട്ടില്ല. മനസ്സിലായോ? അതായത് ഇതിന്റെ ഇന്റൻഷൻ റിസൾട്ട് കിട്ടുക എന്നതാണ്. അതുകൊണ്ട് സാറേ കേൾക്കാമോ? ബദുദ്ദീൻ സാർ, നമ്മൾ ഇത്തവണയും വർക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, അതുപോലെ കഴിഞ്ഞ തവണയും എല്ലാ തവണയും നമ്മൾ ചെയ്യുന്നതല്ലേ സാർ? അതിവിടെ പറയണ്ട. അതിവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവരൊന്നും മോശക്കാരായത് കൊണ്ടല്ല. അവരൊക്കെ ഈ ബാച്ചിൽ വരും. അവരൊന്നും എടുക്കാത്തതോ ഒന്നും അല്ലാതെ കേട്ടോ. അപ്പോ റിസൾട്ടാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് സാർ ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ, ഒന്ന് സംസാരിച്ച് വൈൻഡപ്പ് ചെയ്തു. സാർ. ഓക്കെ, ഇനി ട്രഷറി ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്ട്രേഷന് കംപ്ലീറ്റ് ആക്കുന്നത് നന്നാവും. നാളെ സൺഡേ ആണ്, ഓഫീസ് കാര്യങ്ങൾ അവധിയായിരിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ അതിന് സപ്പോർട്ട് നൽകാൻ സാധിക്കില്ല. പിന്നെ മിക്കവാറും ഇന്ന് രാത്രിയോട് കൂടി തന്നെ പോസ്റ്റർ ഇറങ്ങും, രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ടുണ്ട് എന്ന്. അപ്പൊ അതിന് മുമ്പായിട്ട് എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. രജിസ്ട്രേഷൻ ഫില്ലായാലേ പിന്നെ ആളുകളെ നമ്മൾ അതിലോട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ നിമിഷം തന്നെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് പേയ്മെന്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഓക്കെ,
ഏതാണോ ആ രീതിയിൽ സാറോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ഒരു വലിയ ഒരു വിപ്ലവം നമ്മൾ കാരണം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മാറ്റം സാധ്യമാണ്. ഏത് ഘട്ടത്തിൽ കിടക്കുന്നവർക്കും മാറ്റം സാധ്യമാണ്. സമയമാകുമ്പോഴേ അത് കിട്ടുമെന്നേ ഉള്ളൂ. നമുക്കൊരു പഴുത്ത മാങ്ങ നമുക്ക് കിട്ടും, പക്ഷെ അതിന് സമയമാവണം. ഈ ഇതിൽ വരാൻ ഒരാൾക്ക് പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാവുക, അടുത്ത ബാച്ചിൽ പങ്കെടുക്കാം. മനസ്സിലായില്ലേ? അവന് ടെൻഷനൊന്നും അടിക്കണ്ട. സാറേ എന്താണ്, ചില ആൾക്കാരൊക്കെ പറയും സമയമാകുമ്പോഴേ ഇത് പറ്റും. മനസ്സിലായോ? അപ്പോൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്നോട് പലരും ചോദിച്ചു, സാറേ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ആത്മാർത്ഥമായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി എന്ത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും. അപ്പോൾ വഴികൾ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. സമയമാകുമ്പോൾ എല്ലാവർക്കും വരാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇതിന്റെ റിസൾട്ട് പറയാനുണ്ടായിരുന്നു സാറേ, എന്നാലും ഇനി അടുത്ത ഇതിൽ പറയാം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ അത് പിന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പൊ സൗകര്യത്തിനനുസരിച്ച് പറയാം, അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. ഏതായാലും വലിയ സന്തോഷല്ലേ മജീദ് സാറേ, നിങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ലൈഫ് ആകെ മാറി മറിഞ്ഞില്ല സർ? ശരിക്കും മാറി. നമ്മളെ മക്കളിൽ വരെ അത് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ഭാര്യയും ഭർത്താവും തമ്മിൽ ഹാർമണിയിലൂടെ പോകുന്നത്, അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. തിരിച്ചറിയുക, നമ്മുടെ അകത്ത് വരുന്ന തിരുത്തലുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ രണ്ട് കാര്യം ചെലവഴിക്കണം. ഒന്ന് നമ്മുടെ സമയവും, മറ്റൊന്ന് നമ്മുടെ ഊർജവും. സമയവും ഊർജവും ചെലവഴിക്കാതെ ഒരു കാര്യവും നടക്കില്ല. ആൾക്കാർ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം വെറുതെ കിട്ടണമെന്നുള്ളത്. അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇവിടെ ഒരു മണ്ണെടുത്ത് അവിടെ ഒരു കുഴി ഉണ്ടാവും. ഒരു മണ്ണ് അവിടെ ഉണ്ടാൽ അവിടെ ഒരു മലയുണ്ടാകും. എന്തും അങ്ങനെ തന്നെ. അനാവശ്യമായി നിങ്ങൾ കുറെ മണ്ണെടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിട്ടുണ്ടാവും, ഭൂമികുലുക്കം ഉണ്ടാവും. എന്തിനും വെറുതെ കിട്ടുക എന്നൊരു സംഭവം ഇല്ല എന്ന് തിരിച്ചറിയുക. എന്തിനൊരു വിലയില്ല. നമ്മൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ സർജറി നടത്തേണ്ടത് നമ്മുടെ മനസ്സിന്. കൈക്കോ കാലിനോ മുഴയോ തഴപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും കടങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ ഒരു സർജറി നടത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ അകത്ത ലോകത്താണ്. അവിടെ ഇത് ചെയ്ത് നമുക്ക് മാറ്റം വരുത്തിയെങ്കിൽ അത്രമേ പൂർണ്ണമായ ഒരു നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രം നമുക്ക് എല്ലാവർക്കും പ്രഷർ കോഴ്സിൽ വെച്ച് കാണാം. 6 മാസത്തെ യാത്രയാണ്. ചില ആൾക്കാരൊക്കെ സാറേ ഒന്ന് കാണണം എന്നൊക്കെ പറയാറുണ്ട്. അവരോടൊക്കെ പറയുന്നത് ട്രഷറിൽ പങ്കെടുത്താൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാൻ പറ്റും. കാരണം നമുക്ക് ഒത്തിരി ഓഫ്ലൈൻ പ്രോഗ്രാംസുകളുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ഒരുപാട് ചാൻസ് ഉണ്ടാവും. ഏതാ എന്ന് അറിയിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് Thank you, sir. 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 Thank you.